ഉണ്ണിയേട്ടൻ്റെ തമ്പുരാട്ടിക്കുട്ടി. രചനാ സംഭാഷണം മൈഥിലി മിത്ര. അവസാന ഭാഗം. മോൾക്ക് ഇവിടെ ഇഷ്ടമാവുന്നുണ്ടോ? വിഷമമൊന്നും ഇല്ലല്ലോ അല്ലേ? സീതമ്മ അങ്ങനെ ചോദിച്ചപ്പോൾ അവരുടെ തോളിൽ തലചായ്ച്ച് കിടന്ന മിത്തു എഴുന്നേറ്റൊന്ന് കുറുമ്പോടെ അവരെ നോക്കി. എന്നിട്ടൊന്ന് ചിരിച്ചിട്ട് പിന്നെയും അങ്ങനെ തന്നെ പഴയ പോലെ കിടന്നു. എൻ്റെ സീതൂട്ടിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഒത്തിരി സന്തോഷവതിയാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ പേടിയില്ലാതെ മനസ്സ് തുറന്ന് ചിരിക്കുന്നത് തന്നെ ഇവിടെ വന്നിട്ടാ. പെണ്ണിൻ്റെ മറുപടി കേട്ടതും നെറുകയിൽ തലോടിയിരുന്ന അവരുടെ കൈകൾ ഒരു നിമിഷം ഒന്ന് നിന്നു. കുനിഞ്ഞവളുടെ നെറുകയിൽ സ്നേഹത്തോടെ ഒന്ന് മുത്തി സീത. എൻ്റെ മോൾക്ക് എന്നും ഈ സന്തോഷം ഉണ്ടാവും. തേവര എനിക്ക് തന്നത് നിന്നെ. ഒരു മോളില്ലെന്നുള്ള സങ്കടം ഉണ്ടായിരുന്നു, ഇപ്പോഴാ മാറിയേ. ചിരിയോടെ പറയുന്നവരെ മിത്തു നിഷ്കളങ്കതയോടെ നോക്കി. അമ്മയുടെ പ്രായമേ ഉള്ളൂ. കഷ്ടപ്പാടിൻ്റെ കരിവാളിപ്പ് പടർന്ന മുഖം, എങ്കിലും സുന്ദരിയാണ്. എന്ത് ഭംഗിയാ സീതമ്മേ ഈ ചിരി കാണാൻ. ഇത് കണ്ടാ അച്ചൂസ് വീണുപോയേ? കുറുമ്പോടെ പറയുന്നവളെ കണ്ട് അവർ അടിക്കാൻ എന്നവണ്ണം ചിരിയോടെ കൈകൾ ഉയർത്തി. ഇതിപ്പോൾ പതിവാണ്. ഉണ്ണി സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അച്യുതനാണെങ്കിൽ വെറുതെ ഇരിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞും ചെറിയ ചെറിയ പണികൾക്കായി പോകുന്നുണ്ട്. രണ്ടുപേരും പോയി കഴിഞ്ഞാൽ അവിടെ സീതമ്മയുടെയും മിത്തുവിൻ്റെയും ലോകമാണ്. വീടിൻ്റെ എല്ലാ സൈഡിൽ എല്ലാം പച്ചക്കറി വിത്തുകൾ നാട്ടി വെച്ചിട്ടുണ്ട്. കുറേ കൂടെ ചെടികളും. നേരം പോക്കിന് വേണ്ടി തുടങ്ങിയതാണ്. അതിനിടയ്ക്ക് കുറേ കോഴികളെയും വാങ്ങി വളർത്തുന്നുണ്ട്. ഫോണിൻ്റെ ബെല്ലടി ശബ്ദം കേട്ട് മിത്തു അവരുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റു. അടുത്തുള്ള കസേരയുടെ മുകളിലിരുന്ന ഒരു കൈ എത്തിച്ച് വലിച്ചെടുത്തു. അമ്മ കോളിംഗ്. വേഗം ആൻസർ ചെയ്ത് ചെവിയോട് ചേർത്തു. ആ പറയമ്മ. മോളെ മിത്തു, സുഖമാണോ നിനക്ക്? അമ്മയുടെ ശബ്ദം കാതിൽ പതിഞ്ഞപ്പോഴേക്കും ഒരു കുഞ്ഞു കുട്ടിയായി മാറിയിരുന്നു ആ പെണ്ണ്. സുഖാണല്ലോ. അവിടെയോ? മുത്തശ്ശിയും മുത്തി എവിടെ? അവളുടെ വാദോരാതിയുള്ള ചോദ്യങ്ങളും മറു സൈഡിൽ നിന്ന് കേൾക്കുന്ന ഉത്തരങ്ങളിൽ വിരിയുന്ന മുഖത്തെ സന്തോഷവും സീത നോക്കിക്കാണുകയായിരുന്നു. എൻ്റെ മക്കളുടെ സന്തോഷം എന്നും ഇങ്ങനെ ഉണ്ടാവണേ തേവരെ. മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിക്കുകയായിരുന്നു അവരപ്പോൾ. എന്തായി രാഘവ കാര്യങ്ങൾ? ഇപ്പോൾ തന്നെ ഒരാഴ്ചയായി. എന്തെങ്കിലും വിവരം കിട്ടിയോ? അനന്തൻ്റെ ചോദ്യത്തിൽ രാഘവൻ്റെ കണ്ണുകളൊന്ന് കുറുകി. അവർ താമസിക്കുന്ന ലൊക്കേഷൻ ഇതുവരെയും കണ്ടുപിടിക്കാനായിട്ടില്ല സർ. വൈകാതെ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും. അവൻ്റെ ഒരു കൂട്ടുകാരൻ വിഷ്ണു, അവനും ഒളിവില്ല. എത്ര നാൾ ഒളിച്ചിരിക്കുമെന്ന് കാണണം എനിക്ക്. കുറച്ചുകൂടെ സമയം താ സാറേ. കയ്യോടെ കൊണ്ടുവന്ന് മുന്നിലേക്ക് ഇട്ടുതരാം. അനന്തൻ്റെ മുഖത്ത് ഒരു ചിരി പടർന്നു. അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഉള്ള ചിരി. കിട്ടിയാ വിടണ്ട. കോവിലകത്തിന് ചീത്തപ്പേരുണ്ടാക്കിയതാ. അനന്തൻ്റെ കണ്ണുകളിലെ ക്രോധം മുഖത്ത് ചുവപ്പുരാശി പടർത്തി. വലിഞ്ഞു മുറുകിയ കൈകൾ ആ രോഷത്തെ എടുത്തറിയിച്ചു. ദേ ഉണ്ണിയേട്ടാ, ഒന്ന് വിട്ടേ. സീതമ്മ അച്ഛനൊപ്പുറത്തുണ്ട് കേട്ടോ. അടുക്കളയിൽ പാദത്തോട് ചേർന്ന് നിന്ന് വൈകിട്ടത്തേക്കുള്ള കറിക്കരികയാണ് മിത്തു. അതിനിടയിലാണ് ഉണ്ണി പോയി അവളെ പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ചത്. അതിനെന്താ? ഞാൻ എൻ്റെ ഭാര്യയല്ലേ പിടിക്കുന്നേ, അല്ലാതെ അടുത്ത വീട്ടിലെ പെണ്ണിനെ അല്ലല്ലോ. മുഖം തോളിൽ അമരുമ്പോൾ ആ പെണ്ണിന് ഇക്കിളി വരുന്നുണ്ടായിരുന്നു. കുറുമ്പോടെ ചെവിത്തുമ്പിൽ കടിച്ചവൻ്റെ കൈകൾക്ക് മുകളിൽ കളിയായി ഒന്ന് കൊട്ടിയവൾ. ഉണ്ണിയേട്ടാ, കഷ്ടമുണ്ട് കേട്ടോ. എന്താ ഇങ്ങനെയൊക്കെ? മിത്തു കുടുകൂടെ ചിരിച്ചുകൊണ്ട് തിരക്കി. എങ്ങനെയൊക്കെ? മറുചോദ്യം എറിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ ആ കവിളിൽ അമർത്തി ചുംബിച്ചവൻ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പൊടുന്ന് പെണ്ണിൻ്റെ ചുണ്ടുകൾ കവട ദേഷ്യത്താൽ ഒന്ന് കൂർത്തു. വന്നോട്ടെന്നേ, ദേഷ്യമൊക്കെ ഞാൻ തീർത്തു തരാം എൻ്റെ മോളുസേ. പിന്നെയും ചെവിയരിയിൽ കാതരമായി പറയുന്നവനെ എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ മൗനം പൂണ്ടു. ഇടുപ്പിലിഴയുന്ന വിരലുകളുടെ സ്പർശം തളർത്തുന്ന പോലെ തോന്നി പെണ്ണിന്. ഒരു വേള സ്വയം മറന്നുപോയി. മോളെ, അരിഞ്ഞു കഴിഞ്ഞുവോ? അടുക്കളയിലേക്ക് വരുന്ന സീതമ്പയുടെ ശബ്ദം കേട്ടതും അവൾ ഉണ്ണിയിൽ നിന്നും പെട്ടെന്ന് കുതറി മാറി നിന്നു. ദാ കഴിഞ്ഞു അമ്മേ. ധൃതിയിൽ ബാക്കിയുള്ള പച്ചക്കറികൾ നുറുക്കുമ്പോൾ ഉണ്ണിയുടെ ആക്കിയുള്ള പുഞ്ചിരി കണ്ട് അവൾ കോക്കിരി കാട്ടി. ഇങ്ങു കൊണ്ടാ മോളെ, ബാക്കി ഞാൻ ശരിയാക്കിക്കോളാം. മോള് പോയി ഉണ്ണിക്ക് എന്താന്ന് വെച്ചാൽ എടുത്തു കൊടുക്ക്. സ്കൂളിൽ നിന്ന് വന്നല്ലേ ഉള്ളവൻ, സീത പറഞ്ഞു. ചിരിച്ചുകൊണ്ട് ഉണ്ണിയുടെ കൂടെ മുറിയിലേക്ക് കയറിപ്പോരുന്നേരെ നോക്കി സീതയ്ക്ക് അറിയാതെ ചിരി പൊട്ടിപ്പോയിരുന്നു. ദാ ഉണ്ണിയേട്ടാ, പോയി കുളിച്ചേ. ഞാനപ്പോഴേക്കും ചായ എടുത്തുകൊണ്ട് വരാം കേട്ടോ. ഇട്ടുമാറുവാനുള്ള മുണ്ടും തോർത്തും എടുത്ത് അവൻ്റെ കൈകളിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് മൈഥിലി പറഞ്ഞു. എന്നിട്ടും കുളിക്കാൻ പോകാതെ നിന്ന് താളം ചവിട്ടുന്നവനെ സംശയത്തോടെ മിത്തു പുരികം ചുളിച്ചു നോക്കി. ഇനി എന്താ വേണ്ടേ? അവൾ തിരക്കി. എന്നെ ഒന്ന് കുളിപ്പിക്കോ? മറുചോദ്യം ഭേഷായി. അയ്യടാ, ഇല്ല കുഞ്ഞാണെന്ന വിചാരം. പുച്ഛത്തോടെ ചോദ്യം എറിഞ്ഞു പെണ്ണ്. അല്ലേ?
ഒറ്റം പുരിക ഉയർത്തി ചോദിച്ചുകൊണ്ട് അവളെ തന്നോട് ചേർത്ത് പിടിച്ചവൻ. അല്ലല്ലോ ചെക്ക. മൂക്കിൻ തുമ്പിലൊന്ന് പിടിച്ച് അമർത്തിയവൾ. ആണോല്ലോ പെണ്ണേ. മൂക്കുകൊണ്ട് അവളുടെ മൂക്കിൽ താളമിട്ട് കവിളിലെ നുണക്കുഴിയിൽ തള്ളവിരലിട്ടൊന്ന് ഒഴിഞ്ഞു വിട്ടു ഉണ്ണി. എന്നിട്ട് കൂമ്പി അടഞ്ഞവളുടെ കണ്ണുകളിൽ ചുണ്ട് ചേർത്തു. ഡീ പെണ്ണെ, നീ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തൊക്കെയോ തോന്നണു. ഉണ്ണിയുടെ ശബ്ദം ആർദ്രമായി. തോന്നിക്കോട്ടെ, എന്നോടല്ലേ? മിത്തുവിൻ്റെ പതിഞ്ഞ സ്വരം. അപ്പോൾ ഞാൻ എന്തേലും ചെയ്താലോ? ചെയ്തോട്ടെ, എന്നെയല്ലേ? കണ്ണടച്ചുകൊണ്ട് പറഞ്ഞവൾ. എന്നോടത്തെ സ്നേഹമുണ്ട് നിനക്ക്, പറഞ്ഞേ കേൾക്കട്ടെ. അവൻ്റെ കുറുമ്പോടെയുള്ള ചോദ്യം. അത് പറഞ്ഞറിയിക്കാൻ പറ്റുമോ? ഒന്ന് ചിന്തിച്ചു പോയി പെണ്ണവൾ. സ്നേഹം എങ്ങനെയാ പറഞ്ഞു കൊടുക്കുന്നേ? എന്നാൽ ഞാൻ പറയട്ടെ, എനിക്ക് നിന്നോട് നിൻ്റെ നുണക്കുഴിയുടെ ഭംഗിയുടെ അത്രയും സ്നേഹമുണ്ട്. ഉണ്ണിയുടെ വലങ്കയുടെ തള്ളവിരൽ ഇപ്പോഴും അവളുടെ ഇടത്തു കവളിലെ നുണക്കുഴിയിലായിരുന്നു. അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്നു പെണ്ണ്. വാക്കുകൾ അന്യമാണ് ചില നേരങ്ങളിൽ. ഒരു ചേർത്ത് പിടിക്കലിൽ അല്ലെങ്കിൽ ഒരു ചുംബനത്തിൽ അറിയാൻ കഴിയുന്നുണ്ട്. ഇപ്പം ഇത്രയും മതി, ബാക്കി പിന്നെ ഞാൻ ശരിയാക്കി തരാട്ടോ. നന്നായി വിയർത്തിരിക്കുക, ഒന്ന് കുളിക്കട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് അവളിൽ നിന്ന് ഒരടി നകന്നപ്പോഴാണ് ഉണ്ണിയുടെ ഫോൺ റിങ് ആയത്. അവൻ ആ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. പറയണ. അപ്പുറത്തു നിന്ന് കേട്ട വാർത്തയിൽ അവരൊന്ന് അമർത്തി മൂളി. ഫോൺ കട്ട് ചെയ്ത് ഗൗരവത്തോടെ കുളിക്കുവാനായി പോകുന്നവനെ നോക്കി മിത്തു സംശയത്തോടെ നിന്നു. ഡാ ഉണ്ണി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആ രാഘവനെക്കുറിച്ച് നിനക്കറിയാമല്ലോ. അവൻ ഇറങ്ങിയിട്ടുണ്ടെന്ന്. വീട്ടിൽ ചെന്നിരുന്നത്രേ എന്നെ തപ്പി. ഞാൻ കൊച്ചി ജോലിക്ക് കയറിയ കാര്യം വീട്ടുകാരോടൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഡാ, നീ സൂക്ഷിക്കണം. വിഷ്ണുവിൻ്റെ ആദ്യോടെയുള്ള വാക്കുകൾ കേട്ടിട്ടും ഉണ്ണി മൗനമായിരുന്നു. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ എന്താ മിണ്ടായിരിക്കണേ? വിഷ്ണുവിനെ നോക്കി അവൻ വെറുതെ പുഞ്ചിരിച്ചു. വരുന്നത് വഴി തങ്ങില്ലല്ലോ. ഇപ്പം എല്ലാവരെയും പേടിച്ച് എത്രയെന്ന് വെച്ച് ഓടി ഒളിക്കാനാ? ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷേ എല്ലാം വിധിയാടാ. അയാൾ വരട്ടെ, എന്തു ചെയ്യുന്ന അപ്പോൾ നോക്കാം. അവൻ്റെ ഉറച്ച വാക്കുകൾ വിഷ്ണുവിൽ പേടി ഉയർത്തിയെങ്കിലും അതൊരു നോട്ടത്തിൽ തീർത്തവൻ. കൂട്ടുകാരനല്ല, കൂടപ്പിറപ്പാണ്. ഒരു മുള്ളു കാലിക്കൊണ്ടാൽ പോലും പിടയുന്നത് തൻ്റെ നെഞ്ചാണ്. അങ്ങനെയുള്ളവൻ ഇപ്പോൾ ഇങ്ങനെ ഒരു ആപത്തിൽ പെടുന്നത് ആലോചിക്കാൻ പോലും പറ്റണില്ല. നീ ഇനി ഇതിൻ്റെ പേരിൽ ടെൻഷൻ ആവണ്ട. അയാൾ കണ്ടുപിടിക്കുന്നെങ്കിൽ കണ്ടട്ടെ. ഇനി ഒരു ഒളിച്ചോട്ടമില്ല. പേടിച്ച് ജീവിക്കാൻ ഇനി ഈ ഉണ്ണിയെ കിട്ടില്ല. മുഖം കുനിച്ചിരിക്കുന്ന വിഷ്ണുവിനെ ഒരു കയ്യാൽ ചേർത്ത് പിടിച്ചവൻ ഒരു സ്വാന്തനം പോലെ. ഡാ, എന്നാലും എനിക്കൊരു പേടി പോലെ. നിന്നെ അയാൾ എന്തേലും ചെയ്താലോ? പിന്നെയും പദം പറയുന്നവനെ ഉണ്ണി രൂക്ഷമായി ഒന്ന് നോക്കി. അയാളൊന്നും ചെയ്യില്ല. നീ അതേപ്പറ്റി ആലോചിക്കാതെ പോയി വേറെ പണിയുണ്ട് അത് ചെയ്യാൻ നോക്ക്. നീ വീട്ടിലേക്ക് വരുന്നില്ലേ ഇപ്പോൾ? ഇല്ലടാ, എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. വീട്ടിലേക്ക് വന്നാൽ താമസിക്കും. മിത്തുവിനോട് പറഞ്ഞാൽ മതി ഞാൻ വന്നിരുന്നെന്ന്, കേട്ടോ? പറഞ്ഞുകൊണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവനെ നോക്കി കൈ വീശി കാട്ടി ഉണ്ണി. ഉണ്ണിയേട്ടാ, ഇന്നലെ തൊട്ട് ചോദിക്കുക, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ? എന്തേലും ഉണ്ടേ പറഞ്ഞൂടെ? സ്കൂളിൽ നിന്നും വന്നപ്പോൾ തൊട്ട് പെണ്ണിൻ്റെ വായിൽ ഇതേ ഉള്ളൂ കേൾക്കാൻ. എന്ത് പറയണമെന്നറിയാതെ ഉണ്ണി അവളെ നോക്കി. എൻ്റെ പൊന്നു മോളെ, ഒരു പ്രശ്നവും ഇല്ല. സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുക എന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പോർഷൻസ് കുറേ തീർക്കാനും ഉണ്ട്. അതിനെപ്പറ്റിയാണ് ടെൻഷൻ. അല്ലാതെ എനിക്കെന്താടി പെണ്ണെ പ്രശ്നം? അത് നീ കൂടെ ഉള്ളപ്പോൾ. അത്രയും കേട്ടപ്പോഴേക്കും മുറുകിയ മുഖം ഒന്ന് ചെറുതായി അയഞ്ഞു. പിന്നെയും സംശയത്തോടെ നോക്കുന്നുണ്ട്. സത്യമായിട്ടും പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? അവളുടെ കുണുങ്ങിയുള്ള വർത്താനം ഉണ്ണിയിൽ വീണ്ടും ചിരി പടർത്തി. പതിയെ അവളെ നെഞ്ചോട് ചേർത്തവൻ. എൻ്റെ പൊന്നു മോളൂസേ, ഇനി എങ്ങനെയാ നിന്നോടൊന്ന് പറഞ്ഞു തരണ്ടേ? ആ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ടുള്ള അവൻ്റെ ചോദ്യത്തിന് വെളുക്കനെ ഒരു ചിരിയായിരുന്നു മറുപടി. ആഹാ, എന്താ ചിരി? ഭേഷായി. കുറുമ്പോടെയുള്ള അവൻ്റെ പറച്ചിലിൽ നാണം കൊണ്ട് ആ നെഞ്ചോരം ചേർന്ന് നിന്നവൾ. അതെ ഉണ്ണിയേട്ടാ, വിഷ്ണുവേട്ടൻ എന്തിനാ സ്കൂളിൽ വന്നേ കാണാൻ? എന്നിട്ട് വീട്ടിലോട്ട് വന്നില്ലല്ലോ? അത് കേട്ടപ്പോൾ എന്ത് മറുപടി കൊടുക്കണമെന്നാലോചിച്ച് അവനൊന്ന് നിന്നു. എങ്കിലും സ്കൂൾ വരെ വിഷ്ണു വന്ന കാര്യം ഇവളെങ്ങനെ അറിഞ്ഞു എന്നായിരുന്നു ഉണ്ണിയുടെ അപ്പോഴത്തെ ചിന്ത. അതിന് നിൻ്റെ വിഷ്ണുവേട്ടൻ സ്കൂളിൽ വന്ന കാര്യം നീ എങ്ങനെ അറിഞ്ഞു മോളെ? പെണ്ണൊന്നുകൂടെ അവനോട് ചേർന്ന് നിന്നു. അതെ, അപ്പുറത്തെ വീട്ടിലെ സന്ധ്യയില്ലേ, അവൾ കോളേജിൽ നിന്ന് വന്നപ്പോൾ സ്കൂൾ റോഡിൽ വെച്ച് വിഷ്ണുവേട്ടനെ കണ്ടെന്ന്. അവൾക്കറിയാമല്ലോ ഏട്ടനെ. എന്നോട് ചോദിച്ചിരുന്നു ഏട്ടൻ വീട്ടിൽ വന്നുവോന്ന്. ഉണ്ണി അവളെ സംശയത്തോടെ നോക്കി. മുന്നിലേക്ക് വീണ അവളുടെ മുടി ചെവിക്ക് പിന്നിലേക്ക് ചേർത്ത് വെച്ചു.
അവൾക്കെന്താ വിഷ്ണുവിനെ ഇത്രയും പരിചയം? അവൻ ഒരിക്കലല്ലേ ഇങ്ങോട്ടേ വന്നിട്ടുള്ളൂ. അത് പിന്നെ ഉണ്ണിയേട്ടാ, അവൾക്കെന്തോ വിഷ്ണുവേട്ടനോട് പ്രത്യേക ഇഷ്ടമുള്ളതുപോലെ തോന്നി എനിക്ക്. അതൊക്കെ പോട്ടെ, ഇവിടെ വരെ വന്നിട്ട് ഏട്ടനെന്താ വീട്ടിലേക്ക് വരാഞ്ഞേ? അത് പറയേട്ടാ. പെണ്ണിൻ്റെ വാശിയിൽ എന്ത് പറയേണ്ടതെന്ന് ആലോചിച്ച് നിന്നു ഉണ്ണി. ഒന്നുമില്ലാടി, ഇവിടം വരെ വന്നപ്പോൾ എന്നെ കണ്ടിട്ട് പോയതാ അവൻ. ഏതോ കോള് വന്ന് ബിസിയായി പോയി. അതാ പെട്ടെന്ന് വീട്ടിലേക്ക് വരാതെ തിരിച്ചു പോയതവൻ. പറഞ്ഞിട്ട് അവളെ നോക്കി. എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട് പെണ്ണ്. എടി, നീ എന്താ ഇത്ര ആലോചിക്കാനിതി? പോയി ചായ എടുത്തോണ്ട് വാ പെണ്ണേ. അവളുടെ മനസ്സ് മാറ്റാൻ എന്നവണ്ണം ഉണ്ണി പറഞ്ഞു. ദാ ഇപ്പോൾ തരാട്ടോ ഉണ്ണിയേട്ടാ. തലയിലൊന്ന് സ്വയം കൊട്ടി പിറുപിറുത്തുകൊണ്ട് പോകുന്നവളെ നോക്കി അവന് ചിരി പൊട്ടി. ദിവസങ്ങൾ ആഴ്ചകൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നു. ടെൻഷൻ ഉണ്ടെങ്കിൽ അത് കാര്യമാക്കാതെ ഉണ്ണി ജീവിതം ആസ്വദിക്കുന്ന തിരക്കിലായിരുന്നു. സ്കൂള് വിട്ടു കഴിഞ്ഞാൽ വീട്, അതായിരുന്നു അവൻ്റെ ജീവിതവും. ഇണക്കുരുവികളെ പോലെ സ്നേഹിക്കുന്നവരെ കണ്ട് അച്യുതൻ്റെയും സീതയുടെയും മനം നിറഞ്ഞിരുന്നു. അമ്മേ, എന്താ വീഴുന്ന ശബ്ദം കേട്ടാണ് വേളയിൽ പച്ചക്കറിത്തോട്ടം നനച്ചുകൊണ്ടിരുന്ന സീത അകത്തേക്ക് ഓടിച്ചെന്നത്. അപ്പോൾ കണ്ടു മുറിയിൽ വീണ് കിടക്കുന്ന മൈഥിലിയെ. മോളെ, എന്താ എന്താ പറ്റിയേ? തറയിൽ വീണ് കിടക്കുന്ന മിത്തുവിനെ ആദിയോടെ കുലുക്കി വിളിച്ചവർ അടുക്കളയിലേക്ക് പാഞ്ഞു എന്ന് പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു കൊണ്ടുവന്ന് മിത്തുവിൻ്റെ മുഖത്തേക്ക് തളിച്ചു. ഒരു ഞെരക്കത്തോടെ ചെമ്മിക്കൊണ്ട് അവൾ പതിയെ കണ്ണു തുറന്നു. പേടിപ്പിച്ചല്ല കുഞ്ഞെ നീയെ. എന്താ മോളെ പറ്റിയേ? അതെങ്ങനെയാ? ഒരു വക കഴിക്കത്തില്ലല്ലോ. ഉണ്ണി ഇങ്ങോട്ട് വരട്ടെ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. പേടിയോടെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് കണ്ണുനീർ വാർക്കുന്നവരെ നോക്കി അവൾ പുഞ്ചിരിച്ചു. പിന്നെ പതിയെ സീതയുടെ കൈ പിടിച്ച് എഴുന്നേറ്റ് കട്ടിലേക്കിരുന്നു. അത് പെട്ടെന്ന് തല കറങ്ങണ പോലെ തോന്നിയമ്മേ. എന്താണെന്ന് അറിയില്ല. കുഞ്ഞു കുട്ടികളെ പോലെ പദം പറയുന്നവളെ നോക്കി സീത നെറുകയിൽ ഒരു മുത്തം കൊടുത്തു. എന്നാലും ഒരു നിമിഷം ഞാൻ പേടിച്ചു പോയി എൻ്റെ കുട്ടിയെ. എന്തേലും പറ്റിയിരുന്നെങ്കിലോ നിനക്ക്? തേവര് കാത്തു. സീത കരച്ചിലോടെ കൈകൾ കൂപ്പി. ഒന്നുമില്ല എൻ്റെ സീതാമ്മോ, എനിക്കെന്തു പറ്റാനാ? ആ മടിയിലേക്ക് തല വെച്ച് കിടന്നവൾ. മോളെ, ഒരു കാര്യം ചോദിച്ചോട്ടെ? പെട്ടെന്നുള്ള എന്തോ ആലോചനയിൽ സീത അവൾക്ക് നേരെ തിരിഞ്ഞിരുന്നു. എന്നോടെന്തെങ്കിലും ചോദിക്കണേ എന്തിനാ സീതക്കുട്ടി ഒരാലോചന? താടിത്തുമ്പിൽ ഒരു നുള്ളു കൊടുത്തു പെണ്ണവൾ. അതെ, ഇവിടെ ഒരു കുഞ്ഞുണ്ണിയോ മിത്തോ ഉണ്ടോ ഇനി? അല്ല, സംശയം കൊണ്ട് ചോദിച്ചതാ. സീതയുടെ ചോദ്യം കേട്ടപ്പോഴാണ് അവൾക്കും ആ സംശയം തോന്നിയത്. ഡേറ്റ് കഴിഞ്ഞിട്ട് ഏകദേശം 10 ദിവസം കഴിഞ്ഞിരിക്കുന്നു. താൻ ഓർത്തതേ ഇല്ലല്ലോ. അവൾ സംശയത്തോടെ സീതയെ നോക്കി. അമ്മേ, അതുണ്ടല്ലോ, എനിക്കറിഞ്ഞൂടാ. ഡേറ്റും ആയിട്ടില്ല. ഇനിയിപ്പോൾ അതായിരിക്കുമോ? ചുണ്ടുകൂർപ്പിച്ച് പറയുന്നവളെ വാത്സല്യത്തോടെ നോക്കി സീത. സന്തോഷത്താൽ വീർപ്പ് മുട്ടുകയായിരുന്നു ആ അമ്മമനം. ആയിരിക്കും മോളെ. ആ തേവര് നല്ലതേ വരുത്തൂ എൻ്റെ മക്കൾക്ക്. ഉണ്ണി വന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം മോളെ. അപ്പോൾ അറിയാൻ പറ്റൂലോ. അരുമയോടെ തലയിൽ തടവി അവർ. മിത്തുവും വേറൊരു ലോകത്തായിരുന്നു. തൻ്റെയും ഉണ്ണിയേട്ടൻ്റെയും ലോകത്തിലേക്ക് പുതിയ ഒരാൾ വരുന്നുവോ? സന്തോഷം അടക്കാനാവുമായിരുന്നില്ല പെണ്ണിന്. മൈഥിലി പ്രഗ്നൻ്റ് ആണ്. ടെസ്റ്റ് പോസിറ്റീവാണ് വന്നിരിക്കുന്നത്. കുറച്ച് ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് എഴുതി തരാം. 1 മാസം കഴിഞ്ഞ് ഒന്ന് വന്നോളൂ, സ്കാൻ ചെയ്ത് നോക്കാം. ഗൈനിക് ഡോക്ടറിൻ്റെ വാക്കുകൾ കേട്ട് സന്തോഷം അടക്കാനായില്ല ഉണ്ണിക്ക്. സീതയാണെങ്കിൽ സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ മിത്തുവിൻ്റെ നെറുകയിൽ അരുമയായൊന്ന് തഴുകി. അതെ മാഡം, മോളൊന്നും കഴിക്കത്തില്ല. എത്ര പറഞ്ഞാലും കേൾക്കേയില്ല. വിശപ്പുണ്ടാകാൻ വല്ല ടോണിക്ക് ഉണ്ടേലോ ഒന്ന് എഴുതിയേക്ക്. ആ ചോദ്യം അച്യുതൻ്റെ ആയിരുന്നു. അത് കേട്ടതും ഡോക്ടർ ഒന്ന് ചിരിച്ചു. മൈഥിലിക്ക് ആരോഗ്യമുള്ള കുഞ്ഞാവെ വേണമെങ്കിൽ ഭക്ഷണം നന്നായി കഴിക്കണം കേട്ടോ. ഡോക്ടർ മിത്തുവിനെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു. ശരിയെന്ന അർത്ഥത്തിലുള്ള മിത്തുവിൻ്റെ തലയാട്ടൽ കണ്ട് അച്യുതന് പോലും ചിരി പൊട്ടി. എന്ത് പറഞ്ഞാലും ഇങ്ങനെ തല ആട്ടി ചിരിച്ചുകൊണ്ട് ഞങ്ങളെ കാണിച്ച് മയക്കും ഡോക്ടറെ. കഴിക്കുന്ന കാര്യം ഒഴിച്ച് എന്ത് വേണേലും അവൾ അനുസരിക്കും. പറഞ്ഞുകൊണ്ട് തലയിൽ കൊട്ടിയ അച്യുതനെ അവൾ ദേഷ്യത്തോടെ നോക്കി മുഖം വീർപ്പിച്ചു. സ്നേഹം കൊണ്ടാണെന്നറിയാം. എങ്കിലും അച്ഛൻ്റെ സ്നേഹം വീണ്ടും വീണ്ടും അനുഭവിക്കാനുള്ള അവളിലെ കൊതി. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ ഡോക്ടർ. അടുത്ത മാസം സ്കാനിങ് റിപ്പോർട്ടുമായി വന്നാൽ മതിയല്ലോ. ഉണ്ണി അതും പറഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഒരു ചെറു ചിരിയോടെ പ്രിസ്ക്രിപ്ഷൻ അവർ ഉണ്ണിക്ക് നേരെ നീട്ടി. നന്ദി പറഞ്ഞ് കൺസൾട്ടേഷൻ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലോകം വെട്ടിപ്പിടിച്ച ആനന്ദമായിരുന്നവന്. താനും ഒരച്ഛനാവാൻ വേണ്ടി പോകുന്നു. സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഒരു നിമിഷം അവൻ മറന്നു. വിരൽത്തുമ്പിൽ പിടിച്ചുകൊണ്ട് നടന്ന മിത്തുവിനെ ഉണ്ണി പരിസരം മറന്ന് പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു. 1000 ഉമ്മകൾ കൊണ്ട് ആ മുഖം മുഴുവൻ നിറച്ചു.
എടാ മോനെ, ഇത് ആശുപത്രിയാണ്, വീട്ടിൽ എത്തുന്നവരെ ഒന്ന് ക്ഷമിക്ക്. അച്ഛൻ്റെ ട്രോളലിൽ അവൻ മിത്തുവിൽ നിന്നും അകന്നു. എങ്കിലും അവളുടെ കൈകൾ ആ കൈക്കുള്ളിൽ സുരക്ഷിതമായിരുന്നു. മോളെ, എന്തേലും കഴിക്കാൻ തോന്നുന്നുണ്ടോ നിനക്ക്? വേണ്ട ഉണ്ണിയേട്ടാ, ഒന്നും തോന്നില്ല. വീട്ടിൽ ചെന്നിട്ട് കഴിക്കാൻ നമുക്ക്. മിത്തുവിൻ്റെ ക്ഷീണിച്ച മുഖം അവനെ അലോസരപ്പെടുത്തിയിരുന്നു. ചെറിയ വിളർച്ചയുണ്ട് മുഖത്തിന്. എടാ, മോൾ അങ്ങനെയൊക്കെ പറയും. നീ വന്നേ ഇങ്ങോട്ട്. എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി. ഈ ടൗണിൽ നിന്ന് വീട്ടിലെത്തുമ്പോഴേക്കും വൈകുന്നേരം ആവും. അത്രയും നേരം അവൾ പട്ടിണിയിരിക്കണോ? പറഞ്ഞുകൊണ്ട് ആശുപത്രിക്ക് പുറത്തുള്ള ഹോട്ടലിലേക്ക് മിത്തുവിൻ്റെ കൈയും പിടിച്ച് അച്യുതൻ നടന്നു. അവളും ആസ്വദിക്കുകയായിരുന്നു ആ കരുതൽ. ജനിച്ചു വീണപ്പോൾ തൊട്ട് ഉണ്ണിയേട്ടൻ്റെ വീട്ടിൽ വന്നപ്പോൾ വരെ താൻ അറിഞ്ഞിട്ടില്ല ഒരച്ഛൻ്റെ കരുതലും സ്നേഹവും. അച്ഛൻ്റെ കൈയും പിടിച്ച് നടക്കുന്ന ഒരു കുട്ടിയായി മാറിയിരുന്നവൾ. മോൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറ, അച്ഛൻ വാങ്ങിത്തരാം. വലിയ വലിപ്പം ഇല്ലാത്തൊരു സാധാരണ ഹോട്ടലായിരുന്നത്. ഉച്ച സമയമായിരുന്നത് കൊണ്ട് മീൽസ് റെഡി എന്ന ബോർഡും തൂക്കിയിട്ടുണ്ട്. പക്ഷെ എന്തോ അവൾക്ക് ചോറ് കഴിക്കാൻ തോന്നിയില്ല. 4 കസേരയും മേശയും ഉള്ളയിടത്തു പോയി കൈ കഴുകിയിട്ട് വന്നിരുന്നവർ. അതെ അച്ഛേ, എനിക്ക് ദോശയും ഓംലെറ്റും കഴിക്കാൻ തോന്നുന്നു. മിത്തുവിൻ്റെ പറച്ചിൽ കേട്ട അച്യുതനും സീതയും കണ്ണു മിഴിച്ചു. വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ഉണ്ണിയാണെങ്കിൽ തലയിൽ കയറി ചുമയ്ക്കാനും തുടങ്ങി. മോള് മീനും മുട്ട ഒന്നും കഴിക്കില്ലല്ലോ, ഇതിപ്പോൾ എന്താ ഇങ്ങനെ? മിഴിച്ചുകൊണ്ട് ചോദിക്കുന്ന സീതയെ കണ്ട് അച്യുതന് ചിരി പൊട്ടി. എടി സീതുവേ, നിനക്ക് ബുദ്ധിയില്ലെന്ന് ഞാൻ പറയുന്നത് വെറുതെ അല്ല. എടി, മോടെ വയറ്റിൽ കിടക്കുന്നതേ ഈ ഇരിക്കുന്ന ഉണ്ണിയുടെ കൊച്ചല്ലേ. അപ്പോൾ പിന്നെ അവൾക്കിതൊക്കെ തിന്നാൻ തോന്നിയില്ലെങ്കിലല്ലേ ചോദിക്കേണ്ടതുള്ളൂ. അച്യുതൻ്റെ പറച്ചിൽ ഇളിച്ചുകൊണ്ട് മിത്തു ഉണ്ണിയോട് ചേർന്നിരുന്നു. ശരിക്കും വേണായിട്ടാ, നീ കഴിക്കുമോ മോളെ? ഉണ്ണി പക്ഷെ അപ്പോഴും അവളെ വിശ്വാസമില്ലാതെ നോക്കി. ശരിക്കും കഴിക്കും ഉണ്ണിയേട്ടാ, എനിക്ക് ഓംലെറ്റ് വേണം. കുറുമ്പോടെ വാശി പിടിക്കുന്നവളെ പറഞ്ഞു തിരുത്തുവാൻ അവൻ പിന്നീട് പോയില്ല. അവൾക്ക് ദോശയും ഓംലെറ്റും ബാക്കിയുള്ളവർക്ക് മീൽസും പറഞ്ഞു. ഓർഡർ വന്നപ്പോൾ ഉണ്ണിയുടെ നോട്ടം അവളിൽ തന്നെയായിരുന്നു. ആദ്യമായിട്ട് കഴിക്കുന്നതെന്ന് തോന്നിക്കാത്ത വിധം ദോശയോടൊപ്പം ഓംലെറ്റ് കഴിക്കുന്ന മിത്തു അവന് പുതിയ ആളായിരുന്നു. കഴിപ്പ് കഴിഞ്ഞ് ബില്ലും അടച്ച് അവർ പുറത്തേക്കിറങ്ങി. മോനെ, ഇങ്ങോട്ട് വന്ന പോലെ ടാക്സി എന്നെ വിളിച്ചാൽ മതി. മോളെയും കൊണ്ട് ബസ്സിൽ കയറി പോകണ്ട. ഇവിടുന്ന് 1 മണിക്കൂർ ദൂരെ ഇല്ലേ? എന്ത് ചെയ്യാനാ, നമ്മുടെ വീടിൻ്റെ അടുത്തൊരു നല്ല ആശുപത്രി പോലും ഇല്ല. സീതയുടെ അഭിപ്രായം ശരിവെച്ച് കാറ് തന്നെ വിളിച്ചവൻ. അച്ഛനും അമ്മയും മിത്തുവും പുറകിൽ കയറ്റി അവൻ ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നു. പെട്ടെന്നാണ് കുറേ ആളുകൾ കാറ് തടഞ്ഞു വെച്ചത്. മുഖവും പരുക്കൻ വേഷത്തോടും കൂടി ഉള്ളവരായിരുന്നവർ. സംശയത്തോടെ നോക്കിയ ഉണ്ണിയെ നോക്കി അവർ അട്ടഹസിച്ച് ചിരിച്ചു. കാറിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയ ഉണ്ണിയെ അച്യുതൻ തടഞ്ഞെങ്കിലും അവൻ അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. മിത്തു ആണെങ്കിൽ പേടിച്ച് കരച്ചിലിൻ്റെ വക്കോളം എത്തിയിരുന്നു. അവൻ പതിയെ ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഉള്ളിൽ ചെറുതായി ഭയം തോന്നിയിരുന്നു. ആജാനുബാഹുക്കളായ 5-6 മനുഷ്യർ. അവർക്ക് മുൻപിൽ താൻ എന്ത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ആരാണ് നിങ്ങൾ? മര്യാദയ്ക്ക് വണ്ടിയുടെ മുമ്പിൽ നിന്ന് മാറ്. അവൻ്റെ ചോദ്യം ഇഷ്ടമാവാത്ത രീതിയിൽ അവർ വീണ്ടും വീണ്ടും ചിരിക്കുവാൻ തുടങ്ങി. അപ്പോഴേക്കും കാണുകളെ പോലെ ആൾക്കാർ ചുറ്റിനും കൂടി തുടങ്ങിയിരുന്നു. എന്താന്ന് വേണമെന്ന് പറഞ്ഞാൽ മതിയോ മോനെ? ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് മുന്നോട്ട് വന്നവനെ കണ്ട് ഉണ്ണിയുടെ കണ്ണുകളൊന്ന് കുറുങ്ങി. രാഘവൻ, അനന്തൻ വർമ്മയുടെ വലങ്കൈ. ഒരു വേള അവൻ തിരിഞ്ഞ് കാറിനുള്ളിൽ ഇരിക്കുന്ന മിത്തുവിനെ നോക്കി. പേടികൊണ്ട് ആലില പോലെ വിറയ്ക്കുന്നുണ്ടവൾ. അവളെ ഒന്ന് കണ്ണടിച്ച് കാണിച്ചു ഉണ്ണി. ശേഷം അവർക്ക് നേരെ വീണ്ടും തിരിഞ്ഞു. രാഘവൻ, അറിയാതിരിക്കുമല്ലേ? പിന്നെ എന്താ വേണ്ടതെന്ന് ചോദിച്ചല്ലോ. എനിക്ക് വേണ്ടത് നിന്നെയാ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് വരുന്നവനെ കണ്ട് ഒരു വേള എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയവൻ. അവരുടെ കയ്യിൽ നിന്ന് ഭീരുവിനെ പോലെ ഓടി രക്ഷപ്പെടാൻ തോന്നിയെങ്കിലും അതൊരു വെറും ആഗ്രഹം മാത്രമായിരുന്നു അവന് മനസ്സിലായിരുന്നു. കൂട്ടമായി അവർ ഉണ്ണിയെ വലയം ചെയ്തു. സീതൂട്ടിയെ, ഞാൻ ഇറങ്ങുവാണ് കേട്ടോ. സാരിയുടെ ഞൊറി വന്ന് പിന്നുവെച്ച് കുത്തിക്കയറ്റി മൊത്തത്തിലൊന്ന് നോക്കി. പിന്നെ ചെറിയ കറുത്ത വട്ടപ്പൊട്ടെടുത്ത് കുത്തി മുടിയൊന്ന് മെടഞ്ഞിട്ടു മിത്തു. എല്ലാം കഴിഞ്ഞ് ബാഗും തൂക്കി അടുക്കളയിലേക്ക് ചെന്നവൾ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ചോറുപാത്രം ഒന്ന് സാരിത്തുമ്പാൽ തുടച്ച് ബാഗിനുള്ളിലേക്ക് വെച്ചു. മോളെ, സമയമുണ്ടടി, കുറച്ച് കഴിച്ചിട്ട് പൊയ്ക്കൂടെ ഒന്ന്? എന്നും പട്ടിണി പോകുന്നത് എങ്ങനെയാ? നല്ലതിനല്ല. സീതമ്മയെ നോക്കി കോക്കിരി കുത്തി ഒരു ദോശ എടുത്ത് പ്ലേറ്റിലേക്കിട്ട് ചട്നി ഒഴിച്ച് പെട്ടെന്ന് തന്നെ അവൾ കഴിച്ചു തീർത്തു. കൈ കഴുകി വെക്കാൻ ബാഗും എടുത്ത് എന്നിട്ട് പുറത്തേക്ക് നടന്നു. അമ്മേ, ഉണ്ണി എവിടെ? മുറ്റം മുഴുവൻ കണ്ണുകളാലൊന്ന് പരതിക്കൊണ്ട് ചോദിച്ചു മിത്തു. അവൻ അച്ഛൻ്റെ കൂടെ പറമ്പ് ചുറ്റ ഇറങ്ങിയതാ മോളെ.
നീ പോകാൻ നോക്ക്. അവരെ നോക്കിയിരുന്ന ഇനി ബസ് കിട്ടിയെന്ന് വരില്ല. സീത ഉപദേശിച്ചതും അനുസരണയുടെ മുറ്റത്തേക്ക് ഇറങ്ങി ചെരുപ്പ് വിട്ടുകൊണ്ട് പെണ്ണ് വെക്കം വഴിയിലേക്ക് ഇറങ്ങി. ബസ് പോണ റോഡിലെത്താൻ 5 മിനിറ്റ് നടക്കണം. ഇന്നിത്തിരി ലേറ്റാണ്. കോവിലത്തിന് മുൻപിലൂടെയുള്ള റോഡിൽ കൂടെ വേഗം പോയാലേ എത്താൻ പറ്റൂ. സ്പീഡൊന്ന് കൂട്ടി വേഗത്തിൽ നടന്നു. ടൗണിലുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയിലെ അക്കൗണ്ടൻ്റാണ് മൈഥിലി ഇന്ന്. രാവിലെ 10 തൊട്ട് വൈകിട്ട് 5 വരെയാണ് ഡ്യൂട്ടി അവൾക്ക്. 9 മണിക്ക് ഇറങ്ങിയാലേ സമയത്തിന് അവിടെ ചെല്ലാൻ പറ്റൂ. വൈകിട്ടിൽ വീട്ടിൽ വരുമ്പോഴേക്കും എന്തായാലും 6 മണി കഴിയും. പതിവ് പോലെ തന്നെ വിശ്വനാഥൻ വർമ്മ കോവിലകത്തിന് മുൻപിൽ നിൽപ്പുണ്ട്. കുറച്ചേട്ട് മുന്നിലേക്ക് നടന്നപ്പോൾ അവൾ കണ്ടു മുത്തശ്ശി അമ്മയും പടിപ്പുരയ്ക്ക് പിറകിലായി ഇത്തിരി മാറി നിൽക്കുന്നത്. അവരെ ഒന്ന് ചിരിച്ചു കാണിയിട്ട് മൈഥിലി മുൻപോട്ടേക്ക് നടന്നു. മോളെ. മുത്തശ്ശൻ്റെ പിൻവിളിയിൽ അവളുടെ കാലുകൾ പൊടുന്നതിനെ നിശ്ചലമായി. മിത്തു ഒന്ന് തിരിഞ്ഞു നിന്നു. മുത്തശ്ശ, നേരം വൈകിട്ട് വരുമ്പോൾ കാണാം കേട്ടോ. വൈകിയാ ബസ് കിട്ടില്ല, അവൾ കുറുമ്പോടെ പറഞ്ഞു. എന്തിനാ നീ ഇങ്ങനെ കഷ്ടപ്പെടണേ? ബസ്സിലും ഒക്കെ കയറി ഇവിടെ നിന്നൊരു വണ്ടി എടുത്തുകൊണ്ട് പൊയ്ക്കൂടെ നിനക്ക്? ഒന്ന് ചിരിച്ചുകൊണ്ട് മറുപടി നൽകി പെണ്ണവൾ. പറഞ്ഞത് തന്നെ പിന്നെയും പറയണോ മുത്തശ്ശ? കോവിലകത്തെ ഒരു നയാ പൈസ പോലും ഈ മൈഥിലിക്ക് വേണ്ട. ഇനി ഇതും പറഞ്ഞ് എൻ്റെ പുറകെ ആരും വരണ്ട. എനിക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്. പറഞ്ഞുകൊണ്ട് നടന്നു പോകുന്നവളെ നോക്കി ശ്രീദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഒരു പൊട്ടിപ്പെണ്ണിൽ നിന്നും ഒരു പക്വതയുള്ള കുടുംബിനിയായി മാറിയിരിക്കുന്ന തൻ്റെ മകൾ 1 വർഷം കൊണ്ട് ഒരായുസിലേക്കുള്ള കണ്ണീര് കുടിച്ചിട്ടുണ്ട് ആ പാവം. ശ്രീദേവിയെ, നീ ഇങ്ങനെ വിഷമിക്കാതെ. അവൾ ചെയ്യുന്നതാണ് ശരി. അവളുടെ അത്രയും പോലും ധൈര്യം നിനക്കില്ലല്ലോ പെണ്ണെ. സൗദാമിനിയുടെ വഴക്കു പറച്ചിലിൽ കരച്ചിലൊന്ന് അടങ്ങിയെങ്കിലും മനസ്സിലെ വിങ്ങൾ അവരുടെ മുഖത്ത് തെളിഞ്ഞു നിന്നിരുന്നു. സമയം 6 എന്നത്തേക്കും ഇറങ്ങാൻ വൈകി ഇന്ന്. വേഗം സിസ്റ്റം ഓഫ് ചെയ്ത് ബാഗും എടുത്ത് ഓഫീസിന് വെളിയിലേക്ക് നടന്നു മൈഥിലി. ഫയൽ ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് വൈകിപ്പോയി. ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോഴും ഇരുള് പടർന്നിരുന്നു. ബാഗിൽ കിടന്നടിക്കുന്ന ഫോണിൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് അവളത് കയ്യിലേക്കെടുത്തിയത്. നോക്കിയപ്പോൾ സീതമ്മയുടെ ഒരു 5-6 മിസ് കോള്. ബസ്സിൽ ആയതുകൊണ്ടായിരിക്കാം ഫോൺ അടിച്ചതിൻ്റെ ശബ്ദം അവൾ കേൾക്കാതിരുന്നത്. വൈകിയത് കൊണ്ട് വിളിച്ചതായിരിക്കും പാവം. ഫോൺ എടുത്ത് സീതമ്മയുടെ നമ്പറിലേക്ക് അപ്പോൾ തന്നെ തിരിച്ചു വിളിച്ചു മൈഥിലി. അമ്മേ, ഞാൻ വന്നുകൊണ്ടിരിക്കുക, ഒരു 5 മിനിറ്റ് കേട്ടോ. എടുത്ത ഉടൻ അത്രയും പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് സ്പീഡിൽ നടന്നു പെണ്ണ്. കോവിലകത്തിന് മുൻപിൽ കൂടിയുള്ള വഴിയിലേക്ക് കയറിയപ്പോൾ കണ്ടു മുറ്റത്ത് ചെറിയൊരാൾക്കൂട്ടം. പതിവ് പോലെ മുത്തച്ഛനോ അമ്മയോ അവിടെ കാത്തു നിൽപ്പില്ല. പിന്നെയാണ് അവൾ ഓർത്തത് അനന്തം വർമ്മയുടെ പിറന്നാൾ അന്നാണെന്ന്. പൊടുന്നനെ പുച്ഛവും വെറുപ്പും ദേഷ്യവും എല്ലാം കൂടി അവളിൽ നിറഞ്ഞു. ഓരോന്നോർത്ത് വീടെത്തിയത് പോലും മിത്തു അറിഞ്ഞില്ല. വഴിക്കണ്ണുമായിട്ട് നിപ്പുണ്ടായിരുന്ന അച്യുതനും സീതയും. നീ വൈകിയെന്നറിഞ്ഞ് അച്ഛൻ റോഡ് വരെ വരാൻ നിന്നതാ, അപ്പോഴാ നീ വിളിച്ചേ. സീതമ്മ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു. വൈകിയ ഒന്ന് വിളിച്ചു പറയണ്ടേ മോളെ? നിന്റെ സീതമ്മ ഇത്രയും നേരം BP കൂട്ടിക്കൊണ്ട് ഇവിടെ നിൽക്കുമായിരുന്നു. അച്യുതനെ നോക്കി ചിരിച്ചുകൊണ്ട് അവൾ സീതയുടെ പുറകെ നടന്നു. ചെന്ന് ആ കവളിലൊന്ന് കുത്തിക്കൊടുത്തു. പോയി കുളിച്ചിട്ട് വാ പെണ്ണെ, ഉണ്ണി ഉറക്കമാണ്. എണീറ്റ് അറിയാലോ നിനക്ക് അവൻ്റെ സ്വഭാവം. വരുമ്പോഴേക്കും ഞാൻ ചായ എടുത്ത് വയ്ക്കാം. തലയാട്ടിക്കൊണ്ട് ഉടുത്തു മാറുവാനുള്ള ഡ്രസ്സും എടുത്ത് വെക്കം കുളിമുറിയിലേക്ക് കയറിയവൾ പെട്ടെന്ന് കുളിച്ച് പുറത്തേക്കിറങ്ങി നനഞ്ഞ മുടി ഒന്നുകൂടെ തോർത്തി കുളിപ്പിന്നലിട്ട് കെട്ടി. അപ്പോഴേക്കും സീത ചായയും കൂടെ ഇലയുടെ എടുത്ത് മേശമേൽ വെച്ചിട്ടുണ്ടായിരുന്നു. സീതമ്മേ, നിങ്ങളെല്ലാവരും ചായ കുടിച്ചോ? അടയൊന്ന് പൊട്ടിച്ച് വായിലേക്ക് വെച്ച് ഒരിറുക്ക് ചായയും കുടിച്ചുകൊണ്ട് ചോദിച്ചു. പിന്നെ നേരെ ഇത്ര ആയില്ലേ? ഞങ്ങൾ കുടിച്ചു മോളെ. പറഞ്ഞുകൊണ്ട് മുറ്റത്തേക്കിറങ്ങുന്ന സീതയെ നോക്കി അവൾ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഇടയ്ക്ക് മുറ്റത്ത് അച്ഛനും അമ്മയും ആരോടോ സംസാരിക്കുന്ന കേട്ടാണ് അവൾ അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്നത്. കോവിലകത്തെ ഡ്രൈവർ കേശുവാണ്. അയാളെ തൻ്റെ വീട്ടിൽ കണ്ടതും സംശയത്താൽ അവളുടെ മുഖം മുറിഞ്ഞു. സീതേ, ഇന്ന് രാവിലെയാണ് സംഭവം. കോവില ഹോട്ടലുകാർ അറിയുന്നത്. ഇന്നലെ രാത്രി തൊട്ട് അനന്തൻ സാർ അവിടെ ആയിരുന്നെന്ന്. കുടിച്ചിരിക്കുമായിരുന്നു. രാവിലെ 10 മണി കഴിഞ്ഞിട്ടും റൂമിൽ നിന്ന് സാറിൻ്റെ ഒരു വിവരം അറിയാൻ കഴിഞ്ഞപ്പോൾ അവരെല്ലാം കൂടി ഡോറ് കുത്തി തുറന്ന് അകത്ത് കയറി നോക്കുമായിരുന്നെന്ന്. അപ്പോഴാണ് എല്ലാവരും കണ്ടത്. ബെഡിൽ അനക്കമില്ലാതെ കിടക്കുമായിരുന്നു. എന്ത് ചെയ്യാനാ, വിധിയാണല്ല. കേശുവിൻ്റെ വാക്കുകൾ കേട്ട് ഒന്ന് വിറച്ചുവെങ്കിലും ദേഷ്യത്താൽ അവളുടെ മുഖം ചുവന്നിരുന്നു. ആഹാ, അത് ഗംഭീരമായി കേശുവേട്ടാ. അപ്പോഴേ അയാൾ തീർന്നോ? ഇപ്പോഴേ പോകരുതായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഒറ്റ അടിക്കങ്ങ് പോയി. അവിടെയും വിജയം അയാൾക്ക് നന്നായിട്ടുണ്ട്. കുറച്ചു പേരെ ദൈവം പന പോലെ വളർത്തി. എന്നിട്ട് സുഖം പോവും. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത എൻ്റെ ഉണ്ണിയേട്ടനെ
വാക്കുകൾ മുറിഞ്ഞ് തൊണ്ടക്കുഴിയിൽ നിന്നും കരച്ചിൽ തികട്ടി വന്നു. പക്ഷെ അടുത്ത നിമിഷം തന്നെ ഒഴുകിയിറങ്ങിയ കണ്ണുനീരിനെ വാശിയോടെ അവൾ തുടച്ചു കളഞ്ഞു. ഞാൻ കരയില്ല. ഉണ്ണിയേട്ടൻ്റെ പെണ്ണാണ് ഞാൻ. അതുകൊണ്ട് കേശുവേട്ടൻ പൊയ്ക്കോളൂ. അയാളുടെ കാര്യം പറയാൻ വേണ്ടി എൻ്റെ ഉണ്ണിയേട്ടൻ്റെ വീട്ടിലേക്ക് വരരുതായിരുന്നു. പൊയ്ക്കോളൂ. ഉറച്ചതായിരുന്നു അവളുടെ വാക്കുകൾ. വീണ്ടും എന്തും പറയാനെന്നവണ്ണം കേശു അച്യുതനെയും സീതയെയും നോക്കി. അവരും നിസ്സഹായരായിരുന്നു. മോളെ, എത്രയൊക്കെ പറഞ്ഞാലും നിന്റെ അച്ഛനല്ലേ. ആണായിട്ടും പെണ്ണായിട്ടും നീ ഒരാളല്ലേ അവർക്കുള്ളൂ. മരിച്ചു കിടക്കുന്നവരോട് പക തോന്നരുത് കുട്ടി. അവസാന ശ്രമം എന്ന പോലെ കേശു അവളോട് പറഞ്ഞു. അച്ഛനോ? ഏതച്ഛൻ? ജനിപ്പിച്ചാൽ അച്ഛനാകുമോ? പറയാനാണെങ്കിൽ കുറേയുണ്ട്. പറഞ്ഞു പഴകിയത്. നഷ്ടങ്ങൾ എനിക്ക് മാത്രമല്ലേ ഉള്ളു. പിന്നെ എനിക്ക് അച്ഛനുണ്ട്. അതാ കിടക്കുന്ന കോവിലകത്തെ അനന്തം വർമ്മയല്ല, ദേ ഈ നിൽക്കുന്ന അച്യുതനാണ്. അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടവും. ഇനി ഇതും പറഞ്ഞ് കേശുവേട്ടൻ ഇവിടെ നിൽക്കണ്ട. പടിയിറങ്ങിപ്പോകുന്ന കേശുവിനെ നോക്കി അച്യുതനൊന്ന് നെടുവീർപ്പെട്ടു. വീട്ടിലേക്ക് കയറിപ്പോകുന്ന മിത്തുവിനെ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ നിന്നു. സീതേ, എന്താടി നമ്മളിപ്പോൾ ചെയ്യേണ്ടത്? മോളെ പറഞ്ഞു തിരുത്താൻ നമുക്കാവില്ല. അത്രയ്ക്ക് എൻ്റെ കുട്ടി അനുഭവിച്ചിട്ടുണ്ട്. അവളെ നിർബന്ധിക്കണ്ട. അച്യുതൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇല്ല അച്ചുവേട്ടാ, ഞാനൊന്നും പറയില്ല. അയാൾ ചെയ്ത കൊടും പാപത്തിന് ദൈവം കൊടുത്ത ശിക്ഷയായത്. 1 വർഷമായിട്ട് അയാൾ അനുഭവിച്ചില്ലേ? സ്വന്തം മകള് തന്നെ എതിരായപ്പോൾ വീണ്ടും വിചാരം ഉണ്ടായി. ഇപ്പോൾ സഹിക്കാനാവാതെ ഇങ്ങനെ അങ്ങ് സ്വയം ചെയ്തതാവാം. പക്ഷെ പോയാലും അയാളുടെ ആത്മാവിന് ശാന്തി ഉണ്ടാവില്ല. അത്രയ്ക്ക് സഹിച്ചിട്ടുണ്ട് എൻ്റെ മോള്. കരയുന്ന സീതയെ അച്യുതൻ തോളോട് ചേർത്ത് നിർത്തി. ആ തോളിലേക്ക് മുഖം ചേർത്ത് വെച്ച് അവർ വിതുമ്പിക്കരഞ്ഞു. മുറിയിലേക്ക് കടന്ന വിത്തു കട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ നോക്കി. 4 മാസമേ പ്രായമായിട്ടുള്ള അവന് വിരൽ വായിലിട്ട് ഊറിക്കൊണ്ട് കിടക്കുന്ന മോനെ കണ്ട് നെറുകയിൽ മുത്തിയവൾ. ഞെരങ്ങിക്കൊണ്ട് അവനൊന്ന് കണ്ണു ചിമ്മി വീണ്ടും ഉറക്കത്തിലേക്കാഴ്ന്നു. കട്ടിലിനരികിൽ ചേർത്തിരിക്കുന്ന മേശയുടെ മുകളിലേക്ക് വെച്ചിരിക്കുന്ന ഉണ്ണിയുടെ ഫോട്ടോ കയ്യിലെടുത്തവൾ. എന്നിട്ട് സാരിയുടെ തുമ്പുകൊണ്ട് അതൊന്ന് തുടച്ചു. ശേഷം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അവൻ്റെ ഫോട്ടോയിൽ ചുണ്ടുകൾ ചേർത്ത് വെച്ചു. അപ്പോഴേക്കും അവളുടെ മിഴികൾ അണ പൊട്ടിയിരുന്നു. 1 വർഷം മുമ്പ് നടന്ന ഓരോന്നും ഓർമ്മകൾ തിരുകട്ടി വന്നപ്പോൾ അറിയാതെ കണ്ണ് ഇറുക്കി അടച്ചവൾ. ടൗണിനെ നടുക്കിയ ദുരന്തമായിരുന്നു അന്ന് നടന്നത്. പത്രങ്ങളിലെല്ലാം 2 മാസത്തോളം നിറഞ്ഞു നിന്ന വ്യാസൻ എന്ന ഒരു പാവപ്പെട്ടവൻ്റെ ജീവനും ജീവിതവും എടുത്തെന്നുള്ള വാർത്ത. രാഘവൻ ഇല്ലാണ്ടാക്കിയ ഉണ്ണിയുടെ ചേതനയറ്റ ശരീരം കൺമുൻപിൽ കണ്ട ആ നിമിഷം വിഷാദത്തിൻ്റെ പടുകുഴിയിലേക്ക് മുങ്ങിപ്പോയതാണ് മൈഥിലിപ്പെണ്ണ്. ആശുപത്രിയും ചികിത്സയുമായി 5-6 മാസം അച്യുതനും സീതയും അവൾക്ക് കൂട്ടിരുന്നു. അവസാനം കൗൺസിലിംഗ് നടത്തി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവൾ പുതിയൊരു മൈഥിലിയായിരുന്നു. ഒന്നേ പറഞ്ഞുള്ളൂ അവൾ, ഉണ്ണിയേട്ടൻ്റെ വീട്ടിലേക്ക് താമസം മാറ്റണമെന്നും എൻ്റെ കുഞ്ഞ് ആ വീട്ടിൽ ജനിക്കണമെന്നും. ഒടുവിൽ നിറഗർഭിണിയായ അവളെയും കൂട്ടി അച്യുതനും സീതയും മാണിക്യമംഗലത്തെ തങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് തന്നെ തിരികെ വന്നു. ഉണ്ണിയുടെ വീട്ടുകാർ തന്നെയാണ് അവളുടെ പ്രസവം എടുത്തതും. ശ്രീദേവിയും സൗദാമിനിയും മുത്തശ്ശനുമൊക്കെ അവളെ കാണും തോന്നുമ്പോഴൊക്കെ വന്ന് കണ്ടിട്ട് പോയി. ഒടുവിൽ മൈഥിലി പ്രസവിച്ചു ഒരാൺകുഞ്ഞ്. അവൾ കുഞ്ഞിന് ഉണ്ണി എന്ന് അവൾ തന്നെ പേരിട്ടു. അച്ഛൻ്റെ പേര് അതുപോലെ തന്നെ മകനും മതിയെന്ന് അവളുടെ മാത്രം തീരുമാനമായിരുന്നു. ശേഷം കുഞ്ഞിന് 3 മാസം കഴിഞ്ഞപ്പോൾ അടുത്തുള്ള ഓഫീസിൽ ജോലിക്ക് പോകാനും തോന്നി. താൻ കാരണം മകനെ നഷ്ടപ്പെട്ട പ്രായമായ ഉണ്ണിയേട്ടൻ്റെ അച്ഛനും അമ്മയ്ക്കും താങ്ങാവണമെന്ന് അവൾക്ക് നിർബന്ധമായിരുന്നു. ദുരിത സമയത്ത് കൂടെ നിന്ന മുത്തശ്ശനോടും മുത്തശ്ശിയോടും അമ്മയോടും ഇന്നും ഇഷ്ടം തന്നെ അവൾക്ക്. അതിനിടയിൽ രാഘവനെയും കൂട്ടാളികളെയും അനന്തനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ അനന്തന് ജാമ്യം കിട്ടി. തൻ്റെ ഭർത്താവിനെ ഇല്ലാതാക്കിയത് അനന്തനാണെന്ന് കോടതിയിൽ മിത്തു വാദിക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് വിഫലമായിരുന്നു. തൻ്റെ ജീവിതം ഇല്ലാതാക്കിയവനെ അവൾ പിന്നീട് തൻ്റെ സ്വന്തം ബന്ധങ്ങളിൽ നിന്നും മൊത്തത്തിൽ എടുത്തു കളഞ്ഞു എന്നതായിരുന്നു സത്യം. ജാമ്യം കിട്ടി പുറത്തു വന്നെങ്കിലും കുറ്റം ചെയ്തവൻ എന്ന പേര് ചാർത്തി അനന്തനെ നാടും നാട്ടാരും എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തി പൂർണ്ണമായി അവഗണിച്ചു തുടങ്ങി. കൂടെ മകളുടെ തള്ളിപ്പറച്ചിലും കൂടി ആയപ്പോൾ അയാൾ മദ്യത്തിന് അടിമപ്പെട്ടു. വീട്ടുകാരോടും അയാൾ മിണ്ടാതായി. എല്ലാം കൂടി ആയപ്പോഴേക്കും കുറ്റബോധം കൊണ്ട് നീറി തുടങ്ങിയിരുന്നു അയാൾ. ചെയ്തു പോയതെല്ലാം തെറ്റായിരുന്നെന്ന് അനന്ത സ്വയം മനസ്സിലാക്കി. പക്ഷേ അപ്പോഴേക്ക് എല്ലാം കൈവിട്ടു പോയിരുന്നു. ഉറ്റവരും ഉടവരും എന്തിന് സ്വന്തം ഭാര്യ പോലും അകറ്റി നിർത്തിയ അനന്തൻ ആകെ ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് അധികം വൈകാതെ എത്തപ്പെട്ടു. 1 വർഷക്കാലത്തോളം വീടിന് പുറത്തിറങ്ങാതെ
4 ചുവരുകൾക്കുള്ളിൽ തന്നെ അയാൾ സ്വയം കഴിഞ്ഞുകൂട്ടി. വിഷാദത്തിലേക്ക് കൂപ്പുകുത്തുവാൻ അനന്തന് പിന്നീട് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. ഒടുവിൽ ഹോട്ടൽ മുറിയിൽ അയാൾ തന്നെ അവളുടെ ജീവിതം ഇല്ലാതാക്കി. മോളെ, കുഞ്ഞുണർന്ന് കരയുന്ന കേട്ടില്ലേ നീയ്? പൊടുന്നനെ സീതയുടെ ശബ്ദമാണ് ഓർമ്മകളിൽ നിന്നും അവളെ തിരിച്ചു കൊണ്ടുവന്നത്. കയ്യിലിരുന്ന ഉണ്ണിയുടെ ഫോട്ടോ പെട്ടെന്ന് തന്നെ തിരികെ മേശയുടെ മുകളിലേക്ക് തന്നെ എടുത്തു വെച്ചവൾ. ശേഷം കണ്ണുകൾ രണ്ടും ഇറുക്കി തുടച്ച് കുഞ്ഞിനെ കയ്യിലെടുത്ത് മാറോട് ചേർത്തു പാലൂട്ടാനായി. ഞാൻ വെറുതെ ഓരോന്നാലോചിച്ചു. അതാ കേൾക്കാഞ്ഞ്. മുഖത്തു വരുത്തിയൊരു ചിരിയുമായി അവൾ തനിക്കരികിലായി കട്ടിലിൽ വന്നിരിക്കുന്ന സീതയെ നോക്കി. അവരവളുടെ തോളിൽ മെല്ലെ ഒന്ന് തഴുകി വിട്ടതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ആ പാവത്തിൻ്റെ മനസ്സിലപ്പോൾ കിടന്നുഴറി മഴഞ്ഞത് എന്തായിരിക്കും എന്നുള്ളത് സീതയ്ക്ക് ആരും പറയാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മേ, ഞാൻ ചെയ്ത തെറ്റാണോ? എൻ്റെ താലി അറുത്തവൻ്റെ മുഖം കാണാൻ ഞാൻ പോണോ? എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയവനെ കാണാൻ ഞാൻ പോണോ? മിത്തു നിറഞ്ഞ കണ്ണുകളോടെ അവരെ തലതിരിച്ചൊന്ന് നോക്കി. സീത അവൾക്കുള്ള ഉത്തരവൊന്നും നൽകിയില്ല. പക്ഷെ അവരപ്പോൾ കണ്ടു. പകയോടെ അത്രയും പറഞ്ഞവളുടെ കണ്ണിലെ ക്രോധത്തിന് കണ്ണകിയുടെ ഭാവമായിരുന്നെങ്കിൽ കുഞ്ഞിനെ മാറോട് ചേർത്ത് പാലൂട്ടുമ്പോൾ താളം പിടിക്കുന്ന അവളുടെ കൈകൾക്ക് വാത്സല്യത്തിൻ്റെ മാതൃത്വ ഭാവമായിരിക്കുമെന്ന്. അതേസമയം ജനലിലൂടെ വീശിയടിച്ച് ചെറുകാറ്റിൽ തലോടലിൽ കുഞ്ഞൊന്ന് ചിരിച്ചു, അവൻ്റെ അച്ഛൻ്റെ സാന്നിധ്യം അറിഞ്ഞതുപോലെ. ഈ കഥ ഇങ്ങനെയാണ്. ഇങ്ങനെ എഴുതി പൂർത്തിയാക്കാൻ മാത്രമേ എന്നെക്കൊണ്ട് പറ്റുകയുള്ളൂ. കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് അടയാളപ്പെടുത്തിയിട്ട് പോകണം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഷോർട്ട് സ്റ്റോറീസിന് വേണ്ടിയുള്ള പുതിയ ചാനലാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കാതെ.